مرادي يا مرادي يا مرادي مرادي أفضل الخلق مرادي. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ونشهد أن لا إله إلا الله، ونشهد أن سيدنا محمد رسول الله. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك، صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. أما بعد، ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് വാരാന്ത പഠന വേദി അല്ലാഹു അവന്റെ തിരുനോട്ടമുള്ള പൊരുത്തമുള്ള മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനോട്ടവും പൊരുത്തവും മഹനീയ സാന്നിധ്യവുമുള്ള ഒരു മജ്ലിസായി അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു ഈ ഇതുപോലത്തെ സദസ്സുകളിൽ നാം പങ്കെടുക്കുന്നത് കൊണ്ട് മായ്ച്ചു കളയട്ടെ, പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു ഖൈറായ വിധത്തിൽ നമുക്ക് നിറവേറ്റി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞു വന്നത് മൗലിദുൽ ഹുസ്നൈനിയുടെ 4ാമത്തെ ഹിസ്ബിന്റെ അവസാന ഭാഗമാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 മഖാമുകളിലായി അല്ലാഹു മുത്തുനബിയെ നിർത്തി. ഹഖീഖത്ത് മുഹമ്മദിയ്യത്തായിരുന്ന കാലം, നൂറ് മുഹമ്മദി, ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. അന്ന് നാം ആരും പടക്കപ്പെട്ടിട്ടില്ല. അക്കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 മഖാമുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേക ആരാധനകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ നടത്തി. ആ 5 മഖാമ് ഓരോ മഖാമിലും നിൽക്കുമ്പോ ഓരോ മഖാമിലും 12,000 വർഷമാണ് നിൽക്കുന്നത്. അങ്ങനെ 3 മഖാമ് നാം വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇന്ന് പറയുന്നത് റാബിഅൻ മഖാമ റജാഇ فخلق منه العقل والعلم والحكمة والعصمة والتوفيق للإحسان. പഠനാർഹമായ ഭാഗമാണ്. 4ാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജാഇ, മഖാമുർ റജാ, റജാഇ എന്ന് പറയുന്ന മഖാമിലാണ് നിർത്തപ്പെടുന്നത്. 12,000 വർഷം. അങ്ങനെ ആ മഖാമിൽ നിൽക്കുമ്പോ, റജാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതീക്ഷ എന്നാണല്ലോ. ഖൗഫ് ആണ് 3ാമത്തെ മഖാം നമ്മൾ പറഞ്ഞു പോയത്. അതിന്റെ അർത്ഥം ഭയം, അള്ളാഹുവിനെ ഭയക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് റജാ. റജായിൽ പ്രതീക്ഷയാണുള്ളത്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ. അള്ളാഹു അശാരമായി തരുമെന്ന പ്രതീക്ഷ.
അപ്പൊ ആ റജായിൽ നിൽക്കുമ്പോ ആ മഖാമുമായി യോജിപ്പുള്ള ചില സൃഷ്ടികളെയാണ് അല്ലാഹു തആല പഠിച്ചത്. എന്താ പഠിച്ചത്? ഫഖലഖ മിൻഹു, മഖാമു റജായിൽ നിൽക്കുമ്പോൾ അല്ലാഹു തആല പഠിച്ചു മിൻഹു, നബി തങ്ങളിൽ നിന്ന് പഠിച്ചു അൽ അഖ്ല, ബുദ്ധിയെ. അപ്പോ എല്ലാ ബുദ്ധിയും അല്ലാഹു തആല പഠിച്ചത് നബി തങ്ങളിൽ നിന്നാണ്. ബുദ്ധി ആരുടെ ബുദ്ധി ആണ്? ആ ബുദ്ധി, ആ ആദ്യം പഠിച്ച ബുദ്ധി ആരുടെ ബുദ്ധിയാണ്? അത് എല്ലാവരുടെയും ബുദ്ധിയാണ്. ആർക്കൊക്കെയാണ് അല്ലാഹു തആല ബുദ്ധി കൊടുത്ത സൃഷ്ടികളുള്ളത്? ആ എല്ലാ സൃഷ്ടികളുടെയും ബുദ്ധിയാണ് ആദ്യമായിട്ട് പഠിച്ചത്. ആ ബുദ്ധി എന്ന് പറഞ്ഞതിൽ എങ്ങനെ പടക്കുക? അതൊക്കെ അവിടെ പഠിക്കാനുള്ളതാണ്. ബുദ്ധിയെ പടക്കൽ എങ്ങനെ? ബുദ്ധി എന്ന് പറയുന്നത് കേവലം ഒരു മീനിങ് അല്ലേ, അതൊരു സങ്കല്പല്ലേ. അതിനെ പടക്കൽ എങ്ങനെ? ബുദ്ധി ഒരു തടിയുള്ള വസ്തു അല്ലല്ലോ. അപ്പൊ പിന്നെ അതിനെ പടക്കൽ എങ്ങനെ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാവും. അതിന് മറുപടി, ഇത് ആലമുൽ മിസാൽ എന്ന് പറഞ്ഞൊരു ലോകം അല്ലാഹു തആല പഠിച്ചു വെച്ചിട്ടുണ്ട്. പണ്ടേയുള്ള ലോകമാണ് ആലമുൽ മിസാൽ. ഇപ്പോഴുള്ള ലോകമാണ്, എന്നുള്ള ലോകമാണ് ആലമുൽ മിസാൽ. ആലമുൽ മിസാൽ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാഹ് അവരുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തില് അത് സംബന്ധമായി ഒരു അധ്യായം തന്നെ വിവരിക്കുന്നതായി കാണാം. ഇപ്പൊ ആലമുൽ മിസാല് മനസ്സിലാക്കിയാൽ ധാരാളം ഹദീസിന്റെയും ആയത്തുകളുടെയും സാരം നമുക്ക്, രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആലമുൽ മിസാലിൽ തടിയുള്ള ഒരു വസ്തുവിനെ തടിയില്ലാത്ത വസ്തുവാക്കി മാറ്റാനും, തടി ഇല്ലാത്ത വസ്തു, തടിയില്ലാത്ത ഒരു കാര്യം അതിനെ തടിയുള്ള രൂപത്തിൽ കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന ഒരു ലോകാണ് ആലമുൽ മിസാൽ. ആ ബുദ്ധി എന്ന് പറയുന്നതിനെ അല്ലാഹു തആലക്ക് ആദ്യം പഠിച്ചപ്പോ, റസൂലുള്ളാഹിയിൽ നിന്ന് ആദ്യം പഠിച്ചപ്പോ അതിനെ ഒരു തടിയുള്ള വസ്തുവായിട്ടാണ് അതിനെ രൂപപ്പെടുത്തിയത് ആലമുൽ മിസാലിൽ. അങ്ങനെ പിന്നീട് അതിനെ ബുദ്ധി നൽകേണ്ടവർക്ക് നൽകുമ്പോ അത് ഒരു ഖുവ്വത്തായി, ഒരു ശക്തിയായി, ഒരു പവറായി അതിനെ അല്ലാഹു തആല മാറ്റിയിട്ട് ആണ് ഫിറ്റ് ചെയ്യുന്നത് ബുദ്ധി കൊടുത്ത ആളുകൾക്ക്. വലിയ തടിയുള്ള വസ്തുവൊക്കെ പെട്ടെന്ന് ഗ്യാസായി അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്നത്, പിന്നീട് ഒന്നും കാണാത്തൊരു സാധനമായി, അതിന്റെ ആസാറുകളും അടയാളങ്ങളും അവിടെ കാണാത്ത അത്ര അപ്രത്യക്ഷമാകുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച് നാം അനുഭവിക്കുന്ന സംഗതികളാണ്. വലിയ തടിയുള്ള വസ്തു തന്നെ അത് ഗ്യാസായി പോകുന്നു, പിന്നീട് കാണുന്നില്ല, എവിടെ പോയത് കാണുന്നില്ല. അപ്പൊ എന്നതുപോലെ അല്ലാഹു തആല ബുദ്ധിയെ ആദ്യം മൊത്തം ബുദ്ധി സൃഷ്ടിയാക്കി കൊടുക്കാനുള്ള ബുദ്ധി, ആ ബുദ്ധിയെ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അതും പ്രതീക്ഷയുടെ മഖാമിൽ നിൽക്കുന്ന സമയത്ത്. അതിന്റെ അർത്ഥം ബുദ്ധിയുള്ള ആളുകൾക്ക്, ബുദ്ധിയിൽ മികവുള്ള ആളുകൾക്ക് റജ ഉണ്ട്, പ്രതീക്ഷയുണ്ട്.
അവർക്ക് രക്ഷയുടെ റൂട്ട് അവരുടെ ബുദ്ധി കൊണ്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അഖല് ബുദ്ധി എന്ന് പറയുന്നത് അഖല് രണ്ടെണ്ണമുണ്ട്. അഖല് അസ്ഗർ ഉണ്ട്, അഖല് അക്ബർ ഉണ്ട്. അഖല് അക്ബർ ഹൈ ലെവലിലുള്ള ബുദ്ധി, അതെ അഖല് അക്ബർ. അഖല് അക്ബർ എന്ന് പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നൂറ് മുഹമ്മദിയാണ്, ഹഖീഖത്ത് മുഹമ്മദിയത്താണ്. അൽ അഖലുൽ അക്ബറു, അൽ അഖലുൽ അവ്വലു എന്നൊക്കെ പറയുന്നത് പ്രഥമ ബുദ്ധി, പ്രഥമ ബുദ്ധി, അല്ലെങ്കിൽ ഏറ്റവും വലിയ പവറുള്ള ബുദ്ധി എന്നൊക്കെ വിശേഷിക്കപ്പെടുന്നത് ഹഖീഖത്ത് മുഹമ്മദിയത്ത് നൂറ് മുഹമ്മദി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് ബുദ്ധിയിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ, ബുദ്ധിയിൽ നൂറ് ഉണ്ടാവണമെങ്കിൽ, ബുദ്ധി കൊണ്ട് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെട്ട ചലനങ്ങളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും വെക്കണമെങ്കിൽ ആ ബുദ്ധിയിൽ നല്ല ബർക്കത്തുള്ള നൂറുള്ള ബുദ്ധിയാവണം. ആ ബുദ്ധിക്ക് അഖലുൽ അക്ബറായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കണക്ഷൻ വേണം. മുത്തുനബിയുമായി കണക്ഷൻ ഉള്ള, ബന്ധമുള്ള ബുദ്ധി, ആ ബുദ്ധിയിൽ മുത്തുനബിയുടെ പ്രകാശരശ്മി നിയലിക്കും. ആ ബുദ്ധിയിൽ ബറക്കത്തുണ്ടാവും. ആ ബുദ്ധി കൊണ്ട് നന്മകൾ ചിന്തിക്കാൻ സാധിക്കും. ആ ബുദ്ധി കൊണ്ട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആ ബുദ്ധി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത് തൗബ ചെയ്യാൻ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ വിധത്തിലുള്ള തൗബ ചെയ്യാൻ ആ ബുദ്ധി കൊണ്ട് സാധിക്കും. എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെ ഓർത്തെടുത്ത് അതിന്റെ അളവിൽ ഖേദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് തൗബ വാങ്ങാൻ ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കും. ആ ബുദ്ധിക്ക് മുത്തുനബിയുടെ ബുദ്ധിയുമായി അല്ലെങ്കിൽ മുത്തുനബിയുമായി കണക്ഷൻ വേണം. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആല ആദ്യമായി ഈ ബുദ്ധിയെ, മൊത്തം ബുദ്ധിയെ ആദ്യമായി അല്ലാഹു തആല പഠിച്ചപ്പോ അല്ലാഹു തആല ബുദ്ധിയോട് പറഞ്ഞു, തആൽ, ഇങ്ങ് വാ എന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ബുദ്ധി അള്ളാഹു വിളിച്ച സ്ഥലത്തേക്ക് ചെന്നു. യാ അഖ്ലു അഖ്ബിൽ, അഖ്ബിൽ, ഇങ്ങ് വാ. ബുദ്ധി ചെന്നപ്പോൾ അള്ളാഹു പറഞ്ഞു അദ്ബിർ, ഓ, ബുദ്ധിയോട് പോവാൻ പറഞ്ഞു. അപ്പൊ ബുദ്ധി പിന്നോട്ട് പോയി. വീണ്ടും പറഞ്ഞു അഖ്ബിൽ, കമോൺ എന്ന് പറഞ്ഞു ബുദ്ധിയോട്. ബുദ്ധി അല്ലാഹു വിളിച്ച സ്ഥലത്തേക്ക് ചെന്നു. വീണ്ടും പറഞ്ഞു അദ്ബിർ, ഗോ ബാക്ക്, പിന്നോട്ട് പോ. ബുദ്ധി പോയി. വീണ്ടും ബുദ്ധിയെ വിളിച്ചു. ബുദ്ധി ചെന്നു. അപ്പോ അല്ലാഹു തആല പറഞ്ഞു, നിന്നേക്കാൾ അമൂല്യമായ ഒരു സാധനം ഞാൻ പടച്ചിട്ടില്ല. കാരണം ബുദ്ധി ഉണ്ടെങ്കിലേ മര്യാദ ഉണ്ടാവൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ കണ്ടില്ലേ, ബുദ്ധിയെ അല്ലാഹു തആല വിളിച്ചപ്പോ ചെന്നപ്പോ ഒന്നും പറഞ്ഞില്ല, ഗോബാക്ക് പറഞ്ഞു. വീണ്ടും വിളിച്ചപ്പോഴും യാതൊരു ചോദ്യം ചെയ്യലോ യാതൊരു മടിയോ ഇല്ല. വീണ്ടും തിരിച്ചു ചെന്നു. പോകാൻ പറഞ്ഞപ്പോൾ വീണ്ടും പോയി. മൂന്നാമത് വിളിച്ചപ്പോഴും അതേ സ്വഭാവം തന്നെ.
ഒരിക്കലും നീ എന്തിനെന്നെ പിന്നെ വിളിച്ചു എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിയായി അള്ളാഹു ബുദ്ധിയോട് പറഞ്ഞു, നിന്നേക്കാൾ അമൂല്യമായതിനെ ഞാൻ പടച്ചിട്ടില്ല. നീ ഉണ്ടെങ്കിൽ, അമൂല്യമായ നിധിയായ നീ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നർത്ഥം. അപ്പൊ അത് പ്രതീക്ഷയുടെ മക്കാമിൽ നിൽക്കുമ്പോഴാണ് അല്ലാഹു തആല അഖലിനെ പഠിച്ചത്. ഇൽമിനേക്കാൾ വേണ്ടത് ബുദ്ധിയാണ്. കുരുത്തക്കേടില്ലാത്ത ബുദ്ധിയായിരിക്കണം. കുരുട്ട് ബുദ്ധിയാവാൻ പാടില്ല, കുബുദ്ധിയാവാൻ പാടില്ല. അക്കല് കുരുത്തുള്ള അക്കലായിരിക്കണം. അക്കലൊക്കെ ഉണ്ട്, പക്ഷെ അക്കലിന് കുരുത്തക്കേട് തട്ടിയാലോ, കുരുത്തക്കേട് തട്ടിയാല് ആ അക്കലുകൊണ്ട് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക. ആലിമീങ്ങളെ കുരുത്തക്കേട് തട്ടിയ ബുദ്ധി, ഉസ്താദുമാരുടെ കുരുത്തക്കേട് തട്ടിയ ബുദ്ധി, മാതാപിതാക്കളുടെ കുരുത്തക്കേട് തട്ടിയ ബുദ്ധി, സ്വാലിഹീങ്ങളുടെ കുരുത്തക്കേട് തട്ടിയ ബുദ്ധി, സാധുക്കളായ ആക്രമിക്കപ്പെട്ട ആളുകളുടെ കുരുത്തക്കേട് തട്ടിയ ബുദ്ധി, ആ ബുദ്ധി പിന്നെ ആ കുരുത്തക്കേടുള്ള ബുദ്ധി കൊണ്ട് നന്മകളൊന്നും ചെയ്യാൻ കഴിയൂല, തിന്മകൾ ചെയ്യാനേ സാധിക്കൂ. അള്ളാഹു ഒരാൾക്ക് കൊടുത്ത ബുദ്ധി, ആ അമൂല്യമായ നിധി, ആ നിഅമത്ത്, അതിന് ആ ബുദ്ധി കൊണ്ട് അവൻ ആലോചിച്ച് അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട സ്ഥാനത്ത് അത്ര ബുദ്ധി ഇല്ലാത്ത ആളുകളെ പരിഹാസ്യരാക്കി അവരെ നിന്ദിക്കുകയും അവന് ഈഗോയുടെ ആളാകുകയും ആളായി തീർന്നു. ബുദ്ധി കൊടുത്ത കാരണത്താൽ അവന് വലിയ ഈഗോ, വലിയ അഹന്ത, അത് ബുദ്ധിയിൽ ഒരിക്കലും ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്, കുരുത്തക്കേട് തട്ടിയത് കൊണ്ടാണ് ബുദ്ധി അങ്ങനെ ആയി പോകുന്നത്. ശഖാബത്തിന്റെ ബുദ്ധിയാണ് ആ ബുദ്ധി. ബുദ്ധിക്കനുസരിച്ച് വിനയം വർദ്ധിക്കണം, ബുദ്ധിക്കനുസരിച്ച് സ്വഭാവം മെച്ചപ്പെടണം, ബുദ്ധിക്കനുസരിച്ച് എല്ലാവരോടുള്ള പെരുമാറ്റം നന്നാവണം. അപ്പോഴാണ് ബുദ്ധി യഥാർത്ഥ ബുദ്ധിയായി വരുന്നത്. അപ്പൊ ഒരാൾക്ക് ബുദ്ധി നല്ല ബറക്കത്തുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ സലാമത്തിന്റെ വഴികൾ കണ്ടെത്താൻ സാധിക്കും. എന്ത് വീഴ്ചയുണ്ടെങ്കിലും, അറിവ് കുറവുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഈമാൻ സലാമത്താവാനുള്ള വഴി കണ്ടെത്താൻ ബുദ്ധിക്ക് സാധിക്കും. ഇൽമ് ഇല്ലെങ്കിലും സാധിക്കും. ആവശ്യമായ ഇൽമ് ബുദ്ധി കൊണ്ട് തന്നെ കിട്ടും. ആലിമീങ്ങളിൽ നിന്നും ഇൽമുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഒക്കെ അല്പം ബുദ്ധി ഉണ്ടായാല് ആവശ്യമായ ഇൽമ് കിട്ടും. പിന്നെ കൂടുതൽ പഠിക്കാൻ ഒരുങ്ങിയാല് ബാക്കിയുള്ള ഇൽമും കിട്ടും. അതേ സമയത്ത് ഒരാൾക്ക് ബുദ്ധി അത്ര അല്ല, ബുദ്ധിയേക്കാൾ കൂടുതൽ ഇൽമായി പോയാലോ, ബുദ്ധിയേക്കാൾ കൂടുതൽ ഇൽമായി പോയാല് അവന് കിട്ടിയ ഇൽമ് വലിയൊരു മല പോലെ തോന്നി. ആ ഇൽമിന്റെ മല ഇങ്ങനെ ഏറ്റി നടക്കുമ്പോ അവന് തോന്നും, ഞാൻ തന്നെയാണ്, എന്റെ കയ്യിലാ ലോകം മൊത്തം, ഞാൻ തന്നെയാണ് എല്ലാം, എല്ലാവരും എന്നെ നോക്കുകയാണ്, എല്ലാവരും എന്റെ വാക്കാ എടുക്കുന്നത്, ഞാൻ പറഞ്ഞ അപ്പുറത്തേക്ക് പിന്നെ ഒന്നില്ല എന്നൊക്കെ വെറുതെ അവന് തോന്നിപ്പോവും. വാസ്തവത്തിൽ അവൻ വിചാരിക്കുന്നതിനൊക്കെ എതിരായിരിക്കും അള്ളാഹിന്റെ അടുക്കുള്ള തീരുമാനവും പൊതുവെ മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള ചിന്തയും അവന്റെ വിചാരത്തിനെതിരായിരിക്കും. അപ്പൊ ബുദ്ധി ഇല്ലാത്ത ഇൽമായാല് പലപ്പോഴും ആ ഇൽമ കൊണ്ട് ദോഷം ചെയ്യും. ആ ഇൽമിന് പറയേണ്ടവരോട് പറയേണ്ട വിധത്തിൽ പറയേണ്ട ഇൽമ ഏതാണെന്ന്
തെരഞ്ഞെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും ബുദ്ധി കുറവായി പോയാൽ. ഇൽമിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും ബുദ്ധി കുറവായി പോയാൽ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇൽമിനേക്കാൾ സ്ഥാനം ബുദ്ധിക്കാണ്. പക്ഷെ ആ ബുദ്ധി കുരുത്തക്കേടിന്റെ ബുദ്ധി അവധി എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഇൽമ് കിട്ടണമെങ്കിലും സാക്ഷാൽ ഇൽമ്, യഥാർത്ഥ ഇൽമ് കിട്ടണമെങ്കിൽ അതിന് ബുദ്ധി ആവശ്യമാണ്. മനപ്പാഠശേഷിയിൽ മാത്രം ഉണ്ടാകുന്ന ഇൽമ്, ആ ഇൽമ് കൈകാര്യം ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. ആ ഇൽമോടുള്ള ഉപകാരം കുറവായിരിക്കും. കേവലം മനപ്പാഠശേഷിയേ ഉള്ളൂ, അതിനെ വിലയിരുത്താനുള്ള കഴിവില്ല. കുറച്ച് കേൾക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിവ് വേണമെങ്കിൽ അതിന് ബുദ്ധി വേണം. ചുരുക്കത്തിൽ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റജാഇന്റെ മഖാമിൽ നിൽക്കുമ്പോഴാണ് ബുദ്ധിയെ പഠിച്ചതും ഇൽമിനെ പഠിച്ചതും. വൽ ഇൽമ, ഇൽമിനെ പഠിച്ചതും അതേ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ്. ഇൽമുള്ള ആക്കും നാഫിആയ ഇൽമ് ഉള്ള വ്യക്തിക്ക് സലാമത്തിന്റെ വഴിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു ഇൽമില്ലാത്ത ആള് റസൂലുള്ളാഹിനെ പറ്റി ഒന്നും അറിയൂല, അള്ളാഹുവിനെ പറ്റി അറിയൂല. അള്ളാഹു കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ പറ്റി അറിയൂല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി അറിയൂല. അള്ളാഹുവിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിൽ നിന്ന് എങ്ങനെ സലാമത്താവും, എങ്ങനെ തൗബ ചെയ്യും എന്നതിനെ പറ്റി വിവരല്ല. അങ്ങനത്തെ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയും. ദുനിയാവിൽ ജീവിക്കാൻ തന്നെ ആഖിറത്തിന് വേണ്ടിയല്ലേ ദുനിയാവിൽ ജീവിക്കുന്നത്. അവൻ ആഖിറ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇൽമ് വേണം. അള്ളാഹുവിനെ അറിയാൻ, റസൂലുള്ളാഹിയെ അറിയാൻ ആവശ്യമായ ഇൽമ്, ആഖിറം സലാമത്താവാൻ ആവശ്യമായ ഇൽമ്, ആ ഇൽമ് വേണം. മൊത്തം ഇൽമിനെ അല്ലാഹു തആല ഇൽമി എന്ന് പറഞ്ഞ ആ യാഥാർത്ഥ്യത്തെ മൊത്തം പഠിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജാഇന്റെ മഖാമിൽ നിൽക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇൽമ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു കാര്യമാണ്. ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഇൽമ് എന്ന് പറയുന്നത് അത് ഒരു ശക്തി, ഒരു കാര്യം എന്നൊക്കെ അതിനെ പറ്റി പറയാം. ഇൽമ് എന്ന് പറഞ്ഞ് ഒരു ഖരവസ്തു അല്ലല്ലോ ഇൽമ്, ഒരു തടിയുള്ള വസ്തു അല്ല ഇൽമ്. പക്ഷേ അതിനെ പടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല പഠിച്ചത് അങ്ങനെ ഒരു തടിയുള്ള വസ്തുവിന്റെ രൂപമുള്ള വസ്തുവായിട്ടാണ് ഇൽമിനെ അല്ലാഹു തആല പഠിച്ചത്. മൊത്തം ഇൽമിനെ അങ്ങനെ അല്ലാഹു തആല പഠിച്ചു വെച്ചത് ആലമുൽ മിസാൽ. എന്നിട്ട് ആ ഇൽമിന്ന്, ആ പഠിച്ചു വെച്ച ആ സത്തയിൽ നിന്ന് ഓരോരുത്തർക്കും അല്ലാഹു തആല വിഹരിച്ചു കൊടുത്തു. അതുമായ ഒരു കണക്ഷന്, അതിന്റെ ഒരു ഭാഗം അല്ലാഹു തആല എല്ലാവർക്കും വിഹരിച്ചു കൊടുത്തു. ഇൽമ്, അഖ്ല് ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ അഖ്ലുള്ള ആളുകൾ മനുഷ്യന്മാര് മാത്രാണോ? അഖ്ലിന്റെ ആളുകൾ, അസ്ഹാബുൽ ഉഖൂൽ, അഖ്ലുള്ളവര് ആരാ? ബുദ്ധിയുള്ളവര് ആരാന്ന് ചോദിച്ചാല് അഖ്ല്, രണ്ട് അഖ്ലുണ്ട്. നമ്മുടെ സാധാരണ സാങ്കേതിക ഭാഷയിൽ ബുദ്ധി എന്ന് പറയുന്നത് 3 വിഭാഗത്തിനാണുള്ളത്. ഒന്ന് മനുഷ്യർക്ക് വലിയ പള്ളി, ബിൽഡിങ് ഒക്കെ പ്ലാൻ ചെയ്യാനും ആ പ്ലാനിങ് അനുസരിച്ച് ബിൽഡിങ് ചെയ്യാനും ഭാവിയെ പ്രവചിക്കാനും ഇങ്ങനെ ഒക്കെയുള്ള കഴിവുണ്ട്. ബുദ്ധിയുള്ളവർക്ക് ഉണ്ടാകുന്നതാണ് ആ കഴിവ്. ആ കഴിവ് മനുഷ്യർക്കുണ്ട്. മനുഷ്യർക്ക് മാത്രല്ല, ജിന്നികൾക്കും ആ കഴിവുണ്ട്. മനുഷ്യരെക്കാൾ അതുപോലത്തെ കഴിവിലൊക്കെ ജിന്നുകൾ മുമ്പന്തിയില്ല.
സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ബിൽഡിംഗ് രംഗത്ത് വലിയ അത്ഭുതം സൃഷ്ടിച്ചിരുന്നു ജിന്നുകളെ കൊണ്ട് പല പണികളും പിടിപ്പിച്ചിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കലും ജിന്നുകളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിട്ടില്ല. ആ ഒരു സ്ഥാനം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും മുത്തുനബിയുടെ പ്രതിനിധികളാണല്ലോ. അപ്പൊ ജിന്നുകൾക്ക് അക്കാലത്തൊക്കെ അതിന്റെ മുമ്പൊക്കെ ജിന്നുകളുണ്ട്. ജിന്നുകൾക്കുള്ള തക്ലീഫ് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ പ്രസവിക്കുന്നതിന്റെ മുമ്പേ ഉണ്ട്, പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പേ ഉണ്ട്. ആ തക്ലീഫ് അതാത് കാലത്ത് വരുന്ന അമ്പിയാക്കന്മാർക്ക് കിട്ടുന്ന ശരീഅത്തും തക്ലീഫും ആ തക്ലീഫ് അവര് കേൾക്കുകയും അതിനുള്ള ഇൽഹാമ് റസൂലുള്ളാഹി അവർക്ക് കൊടുത്ത് അങ്ങനെയായിരുന്നു റസൂൽ നിയന്ത്രിച്ചിരുന്നത്. ഒരു നബിയും നേർക്കുനേർ ചെന്നിട്ട് ജിന്നുകളോട് സംവദിച്ചിട്ടില്ല, നമ്മുടെ നബിയല്ലാതെ. അതേസമയം മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കലും ജിന്നുകളോട് പ്രസംഗിച്ചിട്ടില്ല, ജിന്നുകളോട് സംവദിച്ചിട്ടില്ല, ജിന്നുകളെ ഉപദേശിച്ചിട്ടില്ല. എന്നെങ്കിലും മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ ഉപദേശിച്ചപ്പോഴും അവർക്ക് വേണ്ടി തൗറാത്ത് പാരായണം ചെയ്ത് തൗറാത്ത് വിശദീകരിച്ചു കൊടുത്തപ്പോഴൊക്കെ ആ തൗറാത്ത് കേൾക്കുവാനും ആ തൗറാത്ത് അനുസരിച്ച് പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒരു വിഭാഗം മുഅ്മിനീങ്ങളായ ജിന്നുകള് ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുള്ള തൗറാത്ത്. ആ തൗറാത്ത് നാം അന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. അതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടിയ ഒരു വേദം വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. വരുവീൻ നമുക്ക് ആ ഖുർആൻ കേൾക്കാമെന്ന് പറഞ്ഞ് ജിന്നുകൾ ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ കേട്ട സംഭവം സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജിന്നുകൾ അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് ഇൽമുണ്ട്, പ്ലാനിംഗ് ഉണ്ട്, മനുഷ്യർക്കുള്ളതൊക്കെ അവർക്കും ഉണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല. മലക്കുകളാണ് മൂന്നാമത്തെ വിഭാഗം. അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുത്തതുപോലെ അതിനേക്കാൾ ബുദ്ധിയിലും ഇൽമിലൊക്കെ ശക്തികളിലും കൂടുതൽ കഴിവ് കൊടുത്ത വിഭാഗമാണ്, ജിന്നുകളെക്കാൾ കഴിവ് കൊടുത്ത വിഭാഗമാണ് മലക്കുകൾ. മലക്കുകൾക്കും കഴിയും ബിൽഡിംഗ് ചെയ്യാൻ, മലക്കുകൾക്കും ചെയ്യും പ്ലാനിങ് ചെയ്യാന്. മലക്കുകളാണല്ലോ പണ്ട് കഅബ ഉണ്ടാക്കിയത്. മനുഷ്യന്മാരുണ്ടാക്കുന്നതിന്റെ മുമ്പ് കഅബ ബിൽഡിംഗ് ചെയ്തത് മലക്കുകളാണ്. ബുദ്ധി അവർക്കൊക്കെ ഉണ്ട്. ഈ മൂന്ന് വിഭാഗമാണ് നമ്മുടെ സാങ്കേതിക ഭാഷയിൽ ബുദ്ധി എന്ന് പറയുന്ന ആ കഴിവ് ഉള്ള ആളുകളായി നാം പറഞ്ഞു വരുന്നത്. ഈ മൂന്ന് വിഭാഗത്തോട് സ്പെഷ്യൽ തക്ലീഫുമുണ്ട്. ഇനി ആരിഫീങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുമ്പോ ബുദ്ധി എന്ന് പറയുന്നത് ഇൽമും അത് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കും ആരിഫീങ്ങൾ പറയുന്നത് അവർക്കൊക്കെ ബുദ്ധിയും അവർക്കൊക്കെ അറിവുമുണ്ട് എന്ന്. മനുഷ്യരെ അത്ര ബുദ്ധിയും അറിവും ഇല്ല, അളവിൽ വ്യത്യാസമുണ്ട്. അവ പ്രത്യേക ഒരു അളവും ഡോസും വെച്ചിട്ട്
ആ ഡോസ് ഉള്ളവർക്കാണ്, ആ ഡോസിലേക്ക് എത്തിയ ആളുകൾക്കാണ് പ്രത്യേക സ്പെഷ്യൽ തെക്ലീഫ്, വേദങ്ങൾ ഇറക്കി കൊടുത്തിട്ടുള്ള തെക്ലീഫും സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ 3 വിഭാഗത്തിൽ, മനുഷ്യര്, ജിന്ന്, മലക്കുകൾ, ഈ 3 വിഭാഗത്തിനാണ് ഒരു പ്രത്യേക ഡോസുള്ള അക്കല് കൊടുത്ത്, അറിവ് കൊടുത്ത്, അതനുസരിച്ച് സ്പെഷ്യലായ തെക്ലീഫ് എന്ന് പറഞ്ഞാല് നിയമാവലികൾ കൊടുത്തത്. തെക്ലീഫ് മനുഷ്യരോടും ജിന്നിനോടും മലക്കുകളോടൊക്കെ ഉണ്ട്. എല്ലാരോടുള്ള തെക്ലീഫ് എല്ലാ വിഷയത്തിലും ഒരുപോലല്ല, കുറഞ്ഞ വ്യത്യാസമൊക്കെ ഉണ്ട്. മലക്കുകൾക്ക് തെക്ലീഫ് ഉണ്ട് എന്ന് പറയുമ്പോ നമ്മെ പോലെ തന്നെ മലക്കുകള് നോമ്പ് വിൽക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കണ്ട. നമ്മെ പോലെ നിസ്കരിക്കുന്ന മലക്കുകളും ഉണ്ട്. തീരെ നിസ്കാരത്തേക്ക് വരാത്ത മറ്റു ചില ഇബാദത്തുമായി ബന്ധപ്പെടുന്ന മലായികത്തുണ്ട്. മലക്കുകള് പല വിഭാഗമാണ്. എല്ലാവരും അല്ലാഹു തആലക്ക് ദിക്ർ ചൊല്ലുന്നുണ്ട്. ആ ദിക്ർ ചൊല്ലുന്നതൊക്കെ തെക്ലീഫാണ്. ആ തെക്ലീഫ്, ആ കൽപ്പനകൾ, തെക്ലീഫ് എന്ന കൽപ്പന, ആ കൽപ്പനകളും നിയമാവലികളും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കിന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ആയിട്ട് അല്ല, മറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബോധനമാണ്. അത് ഇൽഹാം, നബിത്തങ്ങളാണ് അവർക്ക് അതൊക്കെ അറിയിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. ആലമുൽ ഗൈബിലായിരുന്ന കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കോടിക്കണക്കിന് വർഷം ആലമുൽ ഗൈബിലായിരുന്നു. ആ ആലമുൽ ഗൈബിലായിരുന്ന കാലം നബിത്തങ്ങളിൽ നിന്നും പിന്നീട് പടച്ച മലായികത്തിന് വേണ്ട ഉപദേശങ്ങളും വേണ്ട അറിവുകളും നിയമാവലികളും തസ്ബീഹിന്റെയും ഇബാദത്തിന്റെയും കണ്ടീഷൻസും രൂപവും ഭാവവുമെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്, പഠിപ്പിച്ചു കൊടുത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് പറയുന്നതിന്റെ വിവക്ഷ. റസൂല മലക്കുകളിലേക്കും അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിലര് മനസ്സിലാക്കി പോകുന്നുണ്ട്, നമ്മളോട് പറയുന്ന അതേ കൽപ്പന മലക്കുകളോടുണ്ട്, അപ്പൊ പിന്നെ എങ്ങനെ അത് നടക്കുക? അതുകൊണ്ട് മലക്കുകളോട് അങ്ങനെ കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞാൽ പറ്റൂല. നമ്മളോട് കൽപ്പനയുള്ള മലക്കുകളിലേക്ക് നബിത്തങ്ങൾ അയച്ചിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം മലക്കുകളിലേക്ക് അയക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഇർസാലു തശ്രീഫ് എന്ന് ചിലവര് പറയും. തശ്രീഫ് കേവലം ഒരു സ്ഥാനം കിട്ടാനുള്ള ഇർസാല്, അതുമല്ല. കേവലം അയച്ചു എന്ന് പറയാ, ആ മലക്കായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് സ്ഥാനം, അതുകൊണ്ട് എന്താ കാര്യം? മലക്കുകളിലേക്ക് അയക്കപ്പെട്ടു എന്നുള്ളതൊരു തശ്രീഫ് തന്നെയാണ്. കാരണം മറ്റുള്ള അമ്പിയാക്കന്മാർ ഇന്ന് മലക്കുകളിലേക്ക് അയച്ചിട്ടില്ല. പക്ഷെ കേവലം തശ്രീഫിന്റെ ഇർസാൽ എന്ന് പറഞ്ഞാല് കേവലം അത് പറച്ചിലുള്ള ഇർസാലേ ഉള്ളൂ, സ്ഥാനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇർസാല് എന്നേ ഉള്ളൂ, നിയോഗം എന്നേ ഉള്ളൂ എന്നല്ലാതെ മലക്കുകളോട് പ്രത്യേകം നിയമാവലികൾ പറഞ്ഞു കൊടുക്കാനോ ശരീഅത്ത് മലക്കുകളോട് ഉപദേശിക്കാനോ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല. മലക്കുകളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപദേശിക്കാനും പഠിപ്പിക്കാനും ഉത്ബോധിപ്പിക്കുവാനും അറിയിച്ചു കൊടുക്കുവാനും ഒക്കെയുണ്ട്. അവരതനുസരിച്ചാണ് നീങ്ങുന്നത്. നാം മൗലിദുൽ ഹുസ്നൈനിയുടെ വിവിധ ക്ലാസ്സുകളിലായി പലപ്പോഴായി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലത്തെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോ മനുഷ്യനും മലക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മനുഷ്യർക്ക് അതുപോലെ ജിന്നുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയും തന്റെ ഇടം കൊടുത്തതിന്റെ പുറമെ
വികാരം എന്ന് പറഞ്ഞ ഒരു കാര്യം, വികാരം, ഷഹ്വത്ത്, വികാരം എന്ന് പറഞ്ഞ ഒരു സംഗതി അല്ലാഹു തആല മനുഷ്യരിലും ജിന്നിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വികാരം പല വിധത്തിലുള്ള വികാരങ്ങളുണ്ട്, പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഭക്ഷണത്തിനുള്ള ഷഹ്വത്ത്, ആഗ്രഹം, വികാരം. ഉറങ്ങാനുള്ള ആഗ്രഹം. അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടാനുള്ള ഷഹ്വത്ത്. ഇങ്ങനെ പല വിധത്തിലുള്ള വികാരങ്ങളുണ്ട്. ഈ വിധത്തിലുള്ള ഒരു വികാരങ്ങളും മലക്കുകൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അത് മനുഷ്യനും ജിന്നിനും മാത്രമേ കൊടുത്തു. അപ്പൊ ഇങ്ങനെ വികാരം എന്ന് പറയുന്നത് അല്ലാഹുവിൽ ലയിച്ചുള്ള ഇബാദത്തിന്, ആരാധനയിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാൻ അത് പലപ്പോഴും വിഘാതമായി വരും. വികാരങ്ങൾ തടസ്സമായി വരും. അങ്ങനെ ഒരു തടസ്സവും മലായിക്കത്തിനില്ല. മലായിക്കത്തിന് എത്ര ഇബാദത്ത് എടുത്താലും അവർക്ക് അതിനോട് ക്ഷീണോ മടിയോ വരുന്നില്ല. കാരണം അങ്ങനെ ഒരു സങ്കല്പം അവരുടെ പ്രകൃതിയിലില്ല. അവർക്ക് ഒരിക്കലും വികാരമല്ല. വികാരമല്ലെങ്കിൽ പിന്നെ ബുദ്ധിയുള്ള ഒരു സൃഷ്ടി മനുഷ്യന് കൊടുത്ത അതേ ബുദ്ധി ഉണ്ടല്ലോ മലക്കിന്. അപ്പോ ബുദ്ധിയുള്ള ഒരു സൃഷ്ടി വികാരമില്ലെങ്കിൽ അവന് അള്ളാഹുവിൽ അങ്ങ് ലയിച്ചു പോയാൽ, അള്ളാഹുവിനെ ആരാധിക്കാന്നല്ല, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള ജോലിയല്ലാത്ത വേറെ ഒരു ജോലിയുമായി ബന്ധപ്പെടാനും ഒരു സൃഷ്ടിയും മോഹിക്കൂല, ആഗ്രഹിക്കൂല. അപ്പൊ മലക്കുകൾക്ക് അല്ലാഹു തആല ബുദ്ധി കൊടുത്തു, ആരാധിക്കാനുള്ള കഴിവ് കൊടുത്തു. ആരാധനയോട് വിഘാതമാകുന്ന, തടസ്സമാകുന്ന എല്ലാ തടസ്സങ്ങളും അല്ലാഹു നീക്കി വെച്ചു. അങ്ങനെ അവരുടെ പ്രകൃതിയിൽ തന്നെ ഇല്ല. അപ്പൊ പിന്നെ മലായിക്കത്ത് ആരാധിക്കുന്നതിൽ ഒരു അത്ഭുതമല്ല. പക്ഷേ മലായിക്കത്തിന് വികാരമല്ലെങ്കിലും മലായിക്കത്തിന് അല്ലാഹു തആല ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള, ഇബാദത്ത് എടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള ഇഖ്തിയാറി എന്ന് പറയും, ഇഷ്ടം പോലെ ചെയ്യാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ നല്ലതേ തെരഞ്ഞെടുക്കും. അല്ലാഹു പറഞ്ഞതേ അവർ തെരഞ്ഞെടുക്കൂ. അല്ലാഹു കൽപ്പിച്ചതേ അവർ ചെയ്യൂ. അവർക്ക് ഇഖ്തിയാറുണ്ട്. നമുക്ക് ഇഖ്തിയാറുള്ളത് പോലെ നമ്മോട് അല്ലാഹു തആല നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. നിസ്കരിക്കാനും നിസ്കരിക്കാതിരിക്കാനുള്ള പക്വത, കഴിവ് നമുക്കുണ്ട്. നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞ കഴിവ് ഉപയോഗപ്പെടുത്താതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നാം തെരഞ്ഞെടുത്ത് അങ്ങോട്ട് നീങ്ങുന്നു. അപ്പോൾ അല്ലാഹു തആലക്ക് അത് ഇഷ്ടമുള്ള അമലായി, ഇബാദത്തായി മാറുന്നു. ഇതേ കഴിവ് മലായിക്കത്തിനുണ്ട്. പക്ഷെ മലായിക്കത്ത് ഒരിക്കലും അല്ലാഹു പറഞ്ഞതല്ലാതെ ചെയ്യൂല. മഅസൂമീങ്ങളാണ്. ആ മഅസൂമ് എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയാണ് മലായിക്കത്തിനെ പോലെടുത്ത അവസ്ഥ തന്നെയാണ് അമ്പിയാക്കന്മാർക്കുള്ളത്. പക്ഷെ അമ്പിയാക്കന്മാർക്ക് ഷഹ്വത്തുണ്ട്. അപ്പൊ എങ്ങനെ ചില വ്യത്യാസങ്ങള് മലക്ക്, ജിന്ന്, മനുഷ്യൻ എന്ന് പറയുന്ന മൂന്ന് വിഭാഗത്തിനുണ്ട്. അവര് ബുദ്ധിയിൽ ഒരു പ്രത്യേക ഡോസ് പവർ എത്തിച്ച ആളുകളാണ് ഈ മൂന്ന് വിഭാഗം. അതിനർത്ഥം വസ്തുക്കൾക്കൊന്നും, ജീവികൾക്കോ ജീവികളല്ലാത്ത അള്ളാഹിന്റെ സൃഷ്ടികൾക്കോ യാതൊരു ബോധവും ബുദ്ധിയും അറിവും ഇല്ല എന്നാണോ? ഒരിക്കലുമല്ല എന്നാണ് എല്ലാ ആരിഫ്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് നാം ബുദ്ധി പറയാറില്ല. അതൊരു സാങ്കേതിക ഭാഷയാണ്. നമ്മുടെ ഒരു പ്രത്യേക അളവിലെത്തിയാൽ മാത്രമേ നാം ബുദ്ധി പറയുന്നുള്ളൂ. അതുകൊണ്ട് മൂന്ന് വിഭാഗത്തിന് നമ്മൾ മാറ്റിവെച്ചു. എല്ലാ ജീവികൾക്കും, മൃഗങ്ങൾക്കും, പറവകൾക്കും, പ്രാണികൾക്കുമൊക്കെ ബുദ്ധിയുണ്ട്. അവർക്ക് ഭാഷയുണ്ട്.
അവര് പരസ്പരം ആശയ വിനിമയങ്ങൾ നടത്തുന്നു. മനുഷ്യനെ കുറിച്ച് അവർക്കെല്ലാം ബോധമുണ്ട്. മനുഷ്യൻ ഇന്നത് ചെയ്യും, മനുഷ്യൻ ഇന്നത്, ഈ സ്വഭാവക്കാരനാണ് മനുഷ്യൻ. മനുഷ്യനെ കുറിച്ചൊക്കെ നല്ല ധാരണ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവികൾക്കുമുണ്ട് എന്നാണ് ആരിഫീകൾ അവരുടെ അനുഭവത്തിൽ പറയുന്നത്. മാത്രമല്ല, ആരിഫീങ്ങളുടെ അനുഭവം ജീവനില്ലാത്തത് എന്ന് നമ്മുടെ സാങ്കേതിക ഭാഷയിൽ നാം പറയുന്ന ജീവനില്ലാത്തത് എന്ന് പറയുന്ന വസ്തുക്കൾ, അവയ്ക്കുമുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള അവബോധവും ബുദ്ധിയുമെന്ന് ആരിഫീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ ശൈഖ് അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു തആല അൻഹു അവര് ജീവനില്ലാത്ത വസ്തുക്കൾ, നിർജീവങ്ങൾ എന്ന് നാം പറയുന്ന വസ്തുക്കൾ, അവയോട് വരെ വലിയ പരിഗണനയോടുകൂടെയും ഒരു ബുദ്ധിയുള്ള വ്യക്തിയോട് എങ്ങനെ പെരുമാറുമോ ആ രൂപത്തിൽ മാത്രമേ പെരുമാറുകയുള്ളൂ. ബുദ്ധിയുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെയും പെരുമാറുന്നത് പോലെയും എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് നിർജീവങ്ങളായ വസ്തുക്കളോട് എൻ്റെ ശൈഖ് അലിയുൽ ഖവ്വാസ് പെരുമാറുന്നത്. എന്നിട്ട് അലിയുൽ ഖവ്വാസ് പറയും, എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുവിനെ കുറിച്ച് അറിയാം, അള്ളാഹുവിനെ ഭയമുണ്ട്, ഖശിയത്ത് ഉണ്ട്. അറിവോട് കൂടുള്ള ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുക. എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുവിനെ ഭയമുണ്ട്. മാത്രമല്ല, എല്ലാ വസ്തുക്കൾക്കും മനുഷ്യനെ കുറിച്ച് അവബോധമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവ് ഒരേ അളവിലാണ്, ഒരേ പവറിലാണ് എന്ന് പറയണ്ട, അത് ഏറ്റവും വ്യത്യാസമുണ്ട്. അതിപ്പോ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. മനുഷ്യരെന്നെ ഒരു സദസ്സിൽ 100 പേര് ഒരുമിച്ച് കൂടിയാൽ 100 പേരുടെയും ബുദ്ധി വ്യത്യസ്തമാണ്, പല അളവിലാണ്. എന്നതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കൊക്കെ അള്ളാഹു തആല പഠിച്ചപ്പോ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുവിനെ, എല്ലാ വസ്തുക്കളും അതില് നിർജീവങ്ങളും പെട്ടു അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അത് ഔലിയായ ആരിഫീങ്ങൾ കേൾക്കുന്നുണ്ട് ആ തസ്ബീഹ്. അപ്പോ ആരിഫീങ്ങൾ കേൾക്കുന്ന ഭാഷയിലാണ് അവര് തസ്ബീഹ് ചൊല്ലുന്നത്. അപ്പൊ പിന്നെ എല്ലാ വസ്തുക്കൾക്കും ഒരു പ്രത്യേക അളവിലുള്ള ബുദ്ധിയും അറിവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അശ്ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അല്ലാഹു തആല ഒരു വലിയന് ആദ്യമായി കൊടുക്കുന്ന കറാമത്ത്, ആ വലിയന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ജീവികളും നിർജീവങ്ങളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന വിവിധ ഭാഷകളിലും ശബ്ദങ്ങളിലും തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുക്കും. അതല്ലേ എന്നിലേക്ക് എൻ്റെ അടിമ സുന്നത്താ കാര്യങ്ങൾ ഫർളെടുത്തതിന് ശേഷം സുന്നത്താ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അടിമ എന്നിലേക്ക് അടുത്താൽ കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹാ, അവൻ കേൾക്കുന്ന കാത് ഞാനാവും,
ഇതുവരെ ഉണ്ടായിരുന്ന ചെവിയല്ല ഇപ്പോഴത്തെ ശ്രവി. ഇപ്പോൾ അവന്റെ ശ്രവി കൊണ്ട് എല്ലാം ശ്രവിക്കാൻ കഴിയും. ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ, നിർജീവങ്ങളുടെ ശബ്ദങ്ങൾ അവൻ കേൾക്കാറില്ലായിരുന്നു. അള്ളാഹു മാത്രം കേൾക്കുന്ന, അള്ളാഹു കഴിവ് കൊടുത്തവര് മാത്രം കേൾക്കുന്ന ഒരു തസ്ബീഹിന്റെ ശബ്ദമുണ്ട്, നിർജീവങ്ങൾ. അത് കേൾക്കാൻ അവന്റെ കേൾവിയെ അള്ളാഹു തആല തുറന്നിട്ടില്ലായിരുന്നു. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അവന്റെ ചെവിക്ക് അള്ളാഹു തആല ഫത്ഹ് കൊടുക്കുന്നു, പ്രത്യേകമായി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അതോടുകൂടെ എല്ലാം കേൾക്കുന്നു. അതിന് വൈദൂരം പ്രശ്നമല്ല, മറ പ്രശ്നമല്ല. കണ്ണും കാതും കാലും എല്ലാം അങ്ങനായി മാറുന്നു. ഖുദ്സിയായ ഹദീസിലും ഉണ്ട്. അപ്പൊ ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അല്ലാഹു തആല ബുദ്ധിയെയും ഇൽമിനെയും ആദ്യമായി അതൊരു വലിയ സംഭവമായി അല്ലാഹു തആല ആദ്യം പഠിച്ചു. അതൊരു രൂപമൊക്കെ കൊടുത്ത് പഠിച്ചു. ഈ ഒരു ഹദീസ് കണ്ടിട്ടാണ് ചിലര് പറഞ്ഞു പോയത്, നൂറ് മുഹമ്മദിയെ പറ്റി പറയുന്ന ഹദീസ് വിശ്വാസയോഗ്യമല്ല. കാരണം ആ ഹദീസ് പറയുന്നുണ്ട് മുത്തനബിയിൽ നിന്നാണ് ബുദ്ധിയെ പഠിച്ചത്, ഇൽമിനെ പഠിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ഇൽമിനെ പഠിക്കുക എന്നൊരു സംഗതി ഉണ്ടോ? അല്ലെ ബുദ്ധിയെ പഠിക്കല്, ഇൽമിനെ പഠിക്കൽ എങ്ങനെ? പഠിക്കാതെ പിന്നെ എങ്ങനെ എനിക്ക് ഇൽമുണ്ടായത്? എനിക്ക് ഇൽമുണ്ടല്ലോ, നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ. ഈ ബുദ്ധി എങ്ങനെ ഉണ്ടായത്? അന്നെ പഠിച്ചാൽ അതിന് ബുദ്ധിയാവോ? പിന്നെ ഇടക്കിടക്ക് ഇജ്ജ് ഉണ്ടാകുന്ന എന്റെ ബുദ്ധി കാണുന്നില്ലല്ലോ. പിന്നെ ഡോക്ടറെ കാണേണ്ടി വരുന്നുണ്ട് ബുദ്ധി തിരിച്ചിട്ടാൻ. അപ്പൊ നീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയല്ല, ബുദ്ധി എന്ന് പറഞ്ഞത് നീയുമല്ല. നിന്നിൽ ഉണ്ടാക്കിയ ഒരു കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത്. അള്ളാഹ് തന്നതല്ലേ. അള്ളാഹ് പഠിച്ചാതെ പഠിക്കാതെ ഇങ്ങനെ എനിക്ക് കിട്ടല്. അപ്പൊ അല്ലാഹു തആല ബുദ്ധിയെ പഠിച്ചിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹിയിൽ നിന്ന് ബുദ്ധിയെ മാത്രം പഠിക്കൽ എങ്ങനെ എന്നാണോ സംശയമെങ്കിൽ അതെനിക്ക് തിരിയാത്തത് കൊണ്ട് ഹദീസ് ശരിയല്ല എന്ന് പറയരുത്. നിനക്ക് തിരിയാത്ത ലോകമുണ്ട്. അതാണ് നാം പറഞ്ഞത് ആലമുൽ മിസാല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി പോയപ്പോ സ്വർഗ്ഗത്ത് ചെന്ന് നോക്കുമ്പോ അവിടെ ബിലാൽ റളിയല്ലാഹു തആല ഉണ്ട്. എങ്ങനെ ബിലാലിനെ അവിടെ കണ്ടത്? ആ ബിലാൽ ആലമുൽ മിസാലിൽ പ്രത്യക്ഷപ്പെട്ടത്. ആലമുൽ മിസാൽ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ആ ആലം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് രഹസ്യം. ആ ആലം സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലുണ്ട്. ആ ആലം അനുഭവിക്കലാണ്. ഒരു സദസ്സിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്യുന്നു. ഉദാഹരണം പറയാണ് ഞാൻ. ആ പാരായണം ചെയ്യുമ്പോ ഒരു വ്യക്തിയുടെ അടുത്ത് മുത്തുനബി വന്നു. ഉണർവിയില സംഭവിക്കുന്നത്. എല്ലാവരുടെയും കാഴ്ചയിൽ അദ്ദേഹം തറയിലിരുന്ന് മൗലിദ് ഓതുന്ന കാഴ്ചയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എന്താണ്? മുത്തുനബി ഇങ്ങനെ കയറി വരുന്ന സദസ്സിലേക്ക് ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നു. മുത്തുനബിയെ അദ്ദേഹം ആലിംഗനം ചെയ്ത് കൂട്ടിപ്പിടിച്ചു. മുത്തുനബി അദ്ദേഹത്തോട് പലതും പറഞ്ഞു. മുത്തുനബി തിരിച്ചുപോയി. ഇതൊക്കെ നടക്കുന്നുണ്ട്. മറ്റു സദസ്സിലിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത് അദ്ദേഹം ഇരിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത് ഇതാണ് ആലമുൽ മിസാല്. ഇപ്പൊ ഭൂമിയിൽ ഒരു സദസ്സിലുണ്ടായ സംഭവമാണത് ആലമുൽ മിസാല്. തൊട്ടടുത്തുള്ള ആളുകളൊന്നും അത് അറിയുന്നില്ല. അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ. അത് ശരിക്കും കാണുന്നതാണ് ആലമുൽ മിസാല്. അതൊക്കെ അങ്ങനെയൊക്കെ കാണിക്കാനും ഒക്കെ കഴിവുള്ളവനാണ് ഈ ദൈവം എന്നറിയുന്നത്. അവനാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത്. പടച്ചോന് അള്ളാഹു എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ വിചാരിച്ചത് പോലെ അള്ളാഹിന്റെ കഴിവിന് അത് പിടിച്ചു കെട്ടാൻ പറ്റൂല. അള്ളാഹുവിന്റെ കഴിവ് പരിമിതമാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ കഴിവ്
നിങ്ങൾ വിചാരിക്കുന്നതിനടുത്ത് പരിമിതാന്ന് വിചാരിക്കരുത്. അള്ളാഹു അങ്ങനെ പല സിറുകളും പല രഹസ്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങളും സിറുകളും അള്ളാഹിനോട് അടുത്ത ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ആലിമുൽ മിസാലി. ആ ആലിമുൽ മിസാലി ഇങ്ങനൊക്കെ അനുഭവിക്കും. സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു അവരടുക്കൽ ആലിമുൽ മിസാലി എന്തെല്ലാം പ്രത്യക്ഷപ്പെട്ടു അല്ലേ? അവര് ഒരു വഴി പോകുമ്പോ റോട്ടിൽ നിന്ന് തീരെ സുഖമില്ലാത്ത അവശനായ ഒരു മനുഷ്യൻ ഇങ്ങനെ മാടി വിളിച്ചു, മാടി വിളിച്ചു, എൻ്റെ അടുത്തേക്ക് വാ. ചെന്ന് നോക്കുമ്പോ ഒരു മനുഷ്യന് റോഡിന് അരികിലുള്ള ഒരു ചാലിൽ അവശനായ ഒരു മനുഷ്യന് വീണ് കിടക്കുകയാണ്. എന്നോടൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കൂ. മരിക്കാറായ ഒരു മനുഷ്യൻ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൈ കൊടുത്തു, പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ച് നോക്കുമ്പോ ആ മനുഷ്യന് നല്ല പൂർണ്ണ ആരോഗ്യവാനായ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ. ഞാൻ ആരാന്നറിയോ? മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞു, അന ദീനു, ഞാൻ ദീനുൽ ഇസ്ലാം, ആലിമുൽ മിസാൽ, ഞാൻ ദീനുൽ ഇസ്ലാം ആലിമുൽ മിസാൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടതാ. ആ ബുദ്ധി അങ്ങനെയൊക്കെ ബുദ്ധിയെ അല്ലാഹു തആല പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അത് പറയുന്നത്. ബുദ്ധി അതുപോലെ തന്നെയല്ല മതം എന്ന് പറയുന്നത് ഒരു സങ്കല്പല്ലേ. ആ മതം എന്ന സങ്കല്പത്തെ അല്ലാഹു തആല മനുഷ്യരൂപത്തിലാക്കിയില്ലേ ആലിമുൽ മിസാലിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ. ഞാനാണ് ദീനുൽ ഇസ്ലാം. ഞാൻ നിർജീവമായി കിടക്കുകയായിരുന്നു കുറെ കാലം. ഇപ്പോൾ നിങ്ങളിലൂടെ അല്ലാഹു തആല എന്നെ സജീവമാക്കി. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പേര് നൽകുന്നു. ദീനാകുന്ന ഞാൻ നിങ്ങൾക്കൊരു പേര് നൽകുന്നു. നിങ്ങൾ അന്ത മുഹീദ്ദീൻ. നിങ്ങളെ പേരിന് മുഹീദ്ദീൻ, ദീനിന് ജീവൻ നൽകിയ ആള്. അന്ന് മുതൽക്ക് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹീദ്ദീൻ എന്നാകാണ്. അത് പത്രത്തിൽ കൊടുത്ത പേരല്ല. അന്ന് പള്ളിയിൽ, ബഗ്ദാദിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ ഒരാള് മുന്നിൽ വന്നുകൊണ്ട് സലാം പറഞ്ഞു, യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചു. രണ്ട് പുതിയ ചെരുപ്പ് മുന്നിൽ വെച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഇടാനുള്ള ചെരുപ്പാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കയറി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കുറെ ആളുകള്, അറിയാത്ത ആളുകള്, അവരെല്ലാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ ചുംബിച്ചുകൊണ്ട് യാ മുഹീദ്ദീൻ എന്നാ വിളിക്കുന്നത്. അന്ന് മുതൽക്ക് ലോകത്താകെ അവരുടെ പേര് പിന്നെ മുഹീദ്ദീൻ എന്നായി. അവിടുന്ന് അങ്ങോട്ട് ദീനിനെ സംരക്ഷിക്കാനും സജീവമാക്കാനുള്ള പ്രസംഗങ്ങളും ക്ലാസുകളും അതിന് വ്യാപൃതനായി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ധാരാളം മുഅ്മിനീങ്ങൾക്ക്, ആളുകൾക്ക്, മനുഷ്യന്മാർക്ക് ദീനുണ്ടാക്കി കൊടുത്തു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ഉണ്ടാക്കി കൊടുത്തു, ഈമാൻ ഉണ്ടാക്കി കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മുഹീദ്ദീനായി അവര്. അപ്പോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ദീന് പ്രത്യക്ഷപ്പെട്ടത് അത് ആലിമുൽ മിസാലില് പ്രത്യക്ഷപ്പെട്ടതാണ്. ഒരിക്കൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ മുമ്പ് ഒരു പള്ളിയിൽ സ്വന്തമായി ദിക്ർ ചൊല്ലിയിരിക്കുമ്പോ പരീക്ഷിക്കാൻ വേണ്ടി ആലിമുൽ മിസാലിലായിട്ട് ദുനിയാവ് ചെന്നു. ഒരു സുന്ദരിയായ പെണ്ണിന്റെ രൂപത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒരു വിജനമായ സ്ഥലത്ത്. അങ്ങനെ ഒരു സുന്ദരിയായ പെണ്ണ് കയറി വന്നു പള്ളിന്റെ അകത്ത്. ആ പെണ്ണ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. മുഹീദ്ദീൻ ശൈഖ് ദിക്റില്ല. ആ പെണ്ണിനെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ പെണ്ണ് പോകുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, പെണ്ണെ നീ പോവണം, നീ എന്തിന് ഇങ്ങോട്ട് വന്ന് പോവണം? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, എനിക്ക് ആരുടെയും ഖിദ്മത്ത് വേണ്ട, നീ പോവണം. അവസാനം ആ വന്ന സുന്ദരി പറഞ്ഞു, ഞാൻ ദുനിയാവാണ്, നിങ്ങൾക്കായി ഞാൻ ഒരു സുന്ദരിയുടെ
കോലത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. കേട്ടോ, ഇത് ആലമുൽ മിസാലാണ്, ദുനിയാവാണ്. ദുനിയാവ് എന്ന് പറഞ്ഞ ആ സങ്കല്പമാണ് അല്ലാഹു തആല ആലമുൽ മിസാലിൽ ഒരു സുന്ദരിയായി രൂപപ്പെടുത്തിയത്. അപ്പൊ ആലമുൽ മിസാലിൽ അങ്ങനെ പലതും നടക്കും. ബുദ്ധി അല്ലാഹു തആല പഠിച്ചു എന്ന് പറയുന്നത് ആലമുൽ മിസാലുള്ള രൂപത്തിലാണ് പഠിച്ചത്. വൽ ഹിക്മത, അല്ലാഹു തആല ഹിക്മത്തിനെ പഠിച്ചു. യുക്തി, അതും ഈ രൂപത്തിലുള്ള പടക്കലാണ്. യുക്തി, ഹിക്മത്ത്. ഹിക്മത്ത് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇൽമും ബുദ്ധി ഉണ്ടായാലും ഹിക്മത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഹിക്മത്ത് എന്ന് പറയുന്നത് എന്തെന്നാ? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നബി തങ്ങളോടാ പറയുന്നത്, ഉദ്ഉ, നബിയെ ക്ഷണിക്കണം, ഇലാ സബീലി റബ്ബിക, റബ്ബിന്റെ വഴിയിലേക്ക്, ബിൽ ഹിക്മത്തി, എല്ലാ ഇൽമും ബുദ്ധിയൊക്കെ ഉള്ള നബി തങ്ങളോട് പിന്നെ പറയാണ് ബിൽ ഹിക്മത്തി. അപ്പോ ഇൽമും ബുദ്ധിയും അതുണ്ടായാൽ ഹിക്മത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. മൂന്നാമത്തെ ഒരു സാധനമാണ് ഹിക്മത്ത് എന്ന് മനസ്സിലായി. അതെന്താണ് ബിൽ ഹിക്മത്തി എന്ന് പറഞ്ഞാല്? സൈക്കോളജിക്കലായി. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സൈക്കോളജി. സൈക്കോളജി എന്ന് പറഞ്ഞാലോ, സൈക്കോളജി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ഷോർട്ടായ വഴി. അതാ സൈക്കോളജിന്റെ നിർവചനം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണോ എന്റെ ലക്ഷ്യം, ബിസിനസ്സോ പ്രസംഗോ കാര്യം ബോധിപ്പിക്കലോ രണ്ടാൾക്കിടയിൽ മസ്ലഹത്താക്കലോ, എന്താണ് എന്റെ പ്രശ്നം, ലക്ഷ്യം എന്താണോ, എന്തായാലും വേണ്ടില്ല, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഷോർട്ട് വഴി കണ്ടെത്തുക. അതാണ് സൈക്കോളജി. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഗതി ഏറ്റവും മനസ്സിലാക്കേണ്ടത്, അതാ സൈക്കോളജി. അപ്പോ അള്ളാഹുവിന്റെ വഴിയിലേക്ക് അടിമകളെ ക്ഷണിക്കുമ്പോ അവർക്ക് ആകർഷകമായ വശ്യമായ ശൈലിയിലും രീതിയിലും ആയിരിക്കണം. ഒരു പ്രയാസം തോന്നാത്ത വിധത്തില് അവർ ആകർഷിക്കുന്ന രൂപത്തിലായിരിക്കണം ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്. ആ ശൈലിക്കാണ്, അതിന് സ്വീകരിക്കുന്ന റൂട്ടിനാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഹിക്മത്ത് അല്ലാഹു തആല റസൂലുള്ളാഹിയിൽ നിന്നാണ്. മഖാമുർ റജായിൽ നിൽക്കുമ്പോഴാണ് സൈക്കോളജിയെ അല്ലാഹു തആല പഠിച്ചത്. തന്ത്രം, യുക്തി. അത് ഇൽമും ബുദ്ധി ഉണ്ടായി പിന്നെ മനസ്സിന് ശുദ്ധി ഉണ്ടായാൽ, തസവ്വുഫ്, ആത്മശുദ്ധി, മനസ്സിന് ശുദ്ധി ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലായി കിട്ടുന്ന ഒരു കഴിവാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്, മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂഫിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ മനഃശാസ്ത്രം അറിയാം, ആരിഫീങ്ങൾക്കാണ് ഏറ്റവും മനഃശാസ്ത്രം അറിയാം. ഒരു പ്രശ്നം ഉണ്ടായാലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ ഏറ്റവും നല്ല റൂട്ട് തിരിയ ആരിഫീങ്ങൾക്ക്, സൂഫിയാക്കന്മാർക്ക്, സൂഫികൾക്കാ തിരിയ. അതുകൊണ്ട് സൂഫികളാണ് ഇവിടെ എക്കാലത്തും ദീനിന് വലിയ പ്രബോധനം നടത്തിയത്, അവരുടെ ഹിക്മത്തിലൂടെ. പേര് വേറെ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് അത് പിന്നിൽ നിന്നുകൊണ്ട് സൂഫിയാക്കളാണ്. തെറ്റുകളിൽ നിന്നുള്ള കാവൽ, അതിനെയും പടച്ചത് മുത്തുനബിയിൽ നിന്ന് ഇസ്മത്ത്, ഇസ്മത്തിനെയും പടച്ചത്. ഇസ്മത്ത് അമ്പിയാക്കന്മാർക്കും മലായികത്തിനുള്ള അവസ്ഥക്കാണ് ഇസ്മത്ത് എന്ന് പറയാം. സാങ്കേതിക ഭാഷയിലാണത്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് മുക്തര. ഇസ്മത്ത് രണ്ട് ഇസ്മത്ത് ഉണ്ട്. ഇസ്മത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട, ഒരിക്കലും അതിനെതിരില്ലാത്ത ഇസ്മത്ത്, അത് അമ്പിയാക്കന്മാർക്കും മലായികത്തിനും മാത്രമാണ് ആ ഇസ്മത്തുള്ളത്. രണ്ടാമത്തെ ഇസ്മത്ത് ചിലപ്പോഴൊക്കെ അതിനെതിരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഇസ്മത്ത്, അത് ഔലിയാന്റെ ഇസ്മത്താണ്. അതിന് ഹിഫ്ള് എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. ഔലിയാന്റെ ഇസ്മത്ത്, ഔലിയായിൽ നിന്ന് തെറ്റ് സംഭവിക്കൂല. സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ സംഭവിക്കൽ അസംഭവ്യമല്ല,
വലിയായ വ്യക്തിൻ്റെ തന്നെ എപ്പോഴെങ്കിലും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അമ്പിയാക്കന്മാർ അങ്ങനല്ല. അമ്പിയാവിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കൂല എന്ന് മാത്രമല്ല, സംഭവിക്കൽ അസംഭവ്യാണ്. ഇതിന് രണ്ടിനും ഇസ്മത്ത് എന്ന് പറയും. ഔലിയാവിന് ഉള്ള അവസ്ഥക്ക് ഹിഫ്ള് എന്നും കൂടെ ഒരു പേരുണ്ട്. അപ്പൊ ഇസ്മത്തിനെ അല്ലാഹു തആല പഠിച്ചത് റസൂലുള്ളാഹിയിൽ നിന്ന് മഖാമുർ റജാ അവിടെ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇസ്മത്തുള്ള ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ട്. വത്തൗഫീഖ് ലിൽ ഇഹ്സാൻ, നന്മ ചെയ്യാനുള്ള തൗഫീഖ്, അതിനെയും അല്ലാഹു തആല പഠിച്ചത് മഖാമുർ റജായിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ചത് തൗഫീഖ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താ? തൗഫീഖ് എന്ന് പറഞ്ഞാല് സൗഭാഗ്യം. എന്ത് സൗഭാഗ്യം? നല്ലത്. എല്ലാ സൗഭാഗ്യത്തിനും തൗഫീഖ് എന്നല്ല പറയാ, അതിന് വേറൊക്കെ പദങ്ങളുണ്ട്. തൗഫീഖ് എന്ന് പറഞ്ഞാല് അള്ളാഹു ഇഷ്ടപ്പെട്ട റൂട്ടിലേക്ക് അടിമ തിരിയാനുള്ള ഭാഗ്യം, ഇബാദത്തെടുക്കാൻ അള്ളാഹു റസൂലിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അടിമ തിരിയാനുള്ള ഭാഗ്യത്തിനാണ് തൗഫീഖ് എന്ന് പറയുന്നത്. ആ തൗഫീഖ്, അതിനെ അല്ലാഹു തആല തൗഫീഖ് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തെ അല്ലാഹു തആല പഠിച്ചത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജാ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് തൗഫീഖ് ഉള്ളവർക്ക് റജാ ഉണ്ട്. തൗഫീഖ് എന്ന് പറഞ്ഞാല് നാം ചോദിച്ച് വാങ്ങേണ്ട ഒരു കേസാണ്. തൗഫീഖ് എപ്പോഴും അല്ലാഹുവോട് നാം ചോദിക്കണം. റബ്ബി വഫീഖ്നി, അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖി. ഹദീസിൽ വന്ന ദുആ ആണ്. അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖി. പടച്ചോനെ, നീ തൗഫീഖിനെ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും വിട്ടുപിരിയാത്ത ഒരു സംഗതിയാക്കി തരണം. വസ്സിറാത്തുൽ മുസ്തഖീമ ത്വരീഖി. അപ്പൊ തൗഫീഖ് ചോദിക്കാതെ തന്നെ അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമെങ്കിലും ചോദിക്കൽ ഒരു മര്യാദ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് തൗഫീഖിൽ ഏറ്റവും മുമ്പന്തിയിലുള്ളത് അല്ലെ? അത്ര തൗഫീഖ് കിട്ടിയ ഒരാളുണ്ടോ? അത് അല്ലാഹു ഓഷാറായി കൊടുത്തതാണ്. തൗഫീഖിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമല്ല. എന്താ ഇപ്പോ അല്ലാഹു തആല 1,24,000 ആളുകളെ അമ്പിയാക്കന്മാരൊക്കെ നമ്മളെ നബിമാരൊന്നും ആക്കിയില്ല. എന്ത് എന്ന് ചോദ്യം ചെയ്യരുത്. അതൊരു തൗഫീഖ് അല്ലാഹു കൊടുത്തതാണ്. എന്തേ ഇപ്പൊ അല്ലാഹു തആല മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയുടെ വയറ്റിലാവുമ്പോ തന്നെ വലിയാക്കിയത്? മുഹീദ്ദീൻ ശൈഖ് എന്തോ ചെയ്തു കൊടുത്തീനോ അല്ലാഹു തആലക്ക്? ഉമ്മയുടെ വയറ്റിലാണ് ഇതിന്റെ മുമ്പ് എന്തോ കൊടുത്തീനോ? എന്തേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു വലിയാക്കിയത്? ചോദ്യം ചെയ്യരുത്. അത് അല്ലാഹു തആല മുഹീദ്ദീൻ ശൈഖിന് കൊടുത്തൊരു തൗഫീഖാണ്. തൗഫീഖിനെ ചോദ്യം ചെയ്യരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ ലോകങ്ങളുടെയും മൂലകമായി എല്ലാ അമ്പിയാക്കന്മാരും മലായികത്തിനും അർശിനും കുർസിയിനും സൂര്യനും നക്ഷത്രവും ചന്ദ്രങ്ങളും ആകാശവും ഭൂമി സർവ്വം പഠിച്ചത് റസൂലുള്ളാഹിൽ നിന്നാണ്. അങ്ങനെ എല്ലാവരും പിതാവായിട്ട് എല്ലാവരുടെയും കേന്ദ്രമായി മൂലകമായി നിൽക്കുന്ന ഹഖീഖത്ത് മുഹമ്മദിയത്തായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ തൗഫീഖിന്റെ നസീബ് കിട്ടിയ, ഭാഗ്യം കിട്ടിയ ഏതെങ്കിലും ഒരു സൃഷ്ടി വേറുണ്ടോ? ഇല്ല. എന്നാ നബിത്തങ്ങൾ എന്തോ അല്ലാഹു തആല കൊടുത്തിരുന്നോ? ആദ്യം നബിത്തങ്ങളെ പഠിച്ചു, അതന്നെ ഏറ്റവും വലിയ തൗഫീഖ്. ആദ്യം ഇന്നെ പഠിക്കണം എന്ന് പറയണ എന്തോ നബിത്തങ്ങൾ കൊടുത്തിരുന്നോ അല്ലാഹു തആലക്ക്? ഇല്ല. ആദ്യത്തെ മുഹമ്മദ് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ആദ്യത്തെ മുഹമ്മദ് ആവാൻ വേണ്ടി ഇനി ആദ്യത്തെ മുഹമ്മദ് ആക്കണേ എന്ന് പറഞ്ഞ് എന്തോ കൊടുത്തിരുന്നോ? ഇല്ല. ഇനി അവസാനത്തെ മുഹമ്മദ് വരാണ്ട്. അവസാനത്തെ മുഹമ്മദിനുള്ള തൗഫീഖ്, അവസാനത്തെ മുഹമ്മദ് എന്തോ നേരത്തെ അല്ലാഹു തആലക്ക് എന്തോ കാശടിച്ച് പോന്നിരുന്നോ? ഇനി അവസാനത്തെ മുഹമ്മദ് ആക്കണം? ഇല്ല. അതും തൗഫീഖാണ്. അപ്പൊ തൗഫീഖിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. തൗഫീഖ് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തെ അല്ലാഹു തആല മുത്തനബിയിൽ നിന്നാണ് പഠിച്ചത്. മുത്തനബിയിൽ നിന്ന് പഠിച്ചത് ആയതുകൊണ്ട് തന്നെ അതൊക്കെ മുത്തനബിയായിട്ട് കണക്ഷൻ കൂടുമ്പോൾ തൗഫീഖ് വർദ്ധിക്കും. അത് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. വലിയ ട്രാൻസ്ഫോമറായ സയ്യിദുനാ റസൂലുള്ളാഹിയുമായിട്ട് നമുക്ക് കണക്ഷൻ കൂടുമ്പോൾ ഇൽമ് വർദ്ധിക്കും, അഖല് വർദ്ധിക്കും, ഹിക്മത്ത് വർദ്ധിക്കും, തൗഫീഖ് വർദ്ധിക്കും, ഒക്കെ വർദ്ധിക്കും. അല്ലാഹു തആല നമ്മെ തൗഫീഖുള്ള ആളുകളിൽ പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.
വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.